ഹലോ ഹായ് മൈ വ്യൂവേഴ്സ്, ഞാൻ ദർശന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശനാസ് വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള സിങ്കോണിയത്തിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ 6 വെറൈറ്റീസാണ് സിങ്കോണിയത്തിൻ്റെ ഉള്ളത്. അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ്, ഇതിൻ്റെ കെയറിങ്ങും ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ. പിങ്ക് ഷെയ്ഡായിട്ടുള്ള ഒരു പിങ്ക് സിങ്കോണിയാണ് എൻ്റെ കയ്യിലുള്ള ഫസ്റ്റത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ള സിങ്കോണിയം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. സിങ്കോണിയത്തിന് എയറോ ഹെഡ് എന്നൊരു പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, വെയിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ലീഫിൽ ഇങ്ങനെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, കളർ ചേഞ്ച് ഓരോ ലീഫിനും വന്നിട്ട് കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ വെയിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ചേഞ്ച് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. വെയിലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ കളർ ചേഞ്ചാണ് കാണപ്പെടാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെ താഴ്ഭാഗത്ത് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇത് പിങ്ക് സിങ്കോണിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു സിങ്കോണിയം വന്നിട്ട് ഒരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ്, നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഹാങ് ചെയ്യാതെ അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വന്നിട്ട് വൈറ്റ് ആൻഡ് ഗ്രീൻ മിക്സറായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പ്ലാന്റാണ് സിങ്കോണിയത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയ്ക്കും തിക്കായി എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു സിങ്കോണിയം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഓരോ ലീഫിലും വന്നിട്ട് റൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടും ഇതിൻ്റെ റൂട്ട് ഉണ്ടാക്കിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ ലീഫിൽ നിന്നും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് പുതിയ പുതിയ തൈകൾ മുളച്ച് വരും. അത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കണ്ടോ, നമ്മുടെ ഈ ഒരു പോണ്ടിൻ്റെ സൈഡിലായിട്ട് ഇതൊക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇത്രയ്ക്കും തിക്കായി വളർന്നു വന്നിട്ടുണ്ട്. ഒരുപാടായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിങ്കോണിയം ബെസ്റ്റ് ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. നമുക്കിതുപോലെ ക്ലൈംബ് ചെയ്തിട്ടും ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് ക്ലൈംബ് ചെയ്തിട്ടും ഹാങ് ചെയ്തിട്ടും അതുപോലെ ബുഷിയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയാണ്. അപ്പോൾ ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. ഇതിൻ്റെ ലീഫ് വന്നിട്ട് ചെറിയ ലീഫാണ്. ഇത്രയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ ലീഫ് വളരുള്ളൂ. ഇനി ഇതിലും കൂടുതലായിട്ട് ഇതിൻ്റെ ലീഫ് വളർന്നു വരില്ല. അപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുഞ്ഞു കുഞ്ഞു ലീഫായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ മിക്സഡായിട്ട് അതിലൊരു റെഡ് കളർ വൈൻ വന്നിട്ടുള്ള ഒരു സിങ്കോണിയാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇതിന് ഒരുപാട് ബുഷിയായിട്ട് വരും. അങ്ങനെ ഉണ്ടായതിന് ശേഷം ഞാൻ വീണ്ടും കാണിക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സിങ്കോണിയാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇത് തൊടാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഇലകൾ വന്നിട്ട് ഒരു വെൽവെറ്റ് ഷെയ്ഡൊക്കെ ആയിട്ടുള്ളതാണ്. ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ സ്പോഞ്ചി ആയിട്ടിരിക്കുന്ന ഒരു ലീഫാണ് ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ആണ്. അതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ഇതുപോലെ ഒരു വൈറ്റ് വൈൻ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ കണ്ടോ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഇലകൾ ഇത്രയാണ് വലുതാവുള്ളൂ. ഇതിലും കൂടുതൽ ഇതങ്ങ് വലുതാവില്ല. ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഒന്നും ഞാനിങ്ങനെ ക്ലൈംബ് ചെയ്യിപ്പിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. അതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പായിട്ടുള്ള സിങ്കോണിയാണ് കേട്ടോ ഇത്. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന സിങ്കോണിയം ഇതാണ്. ഇപ്പോൾ ഒട്ടുമിക്ക സിങ്കോണിയം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരേ ഷെയ്ഡായിട്ട് തോന്നും, പക്ഷേ എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിങ്കോണിയം, ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് വന്നിട്ട് ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ വൈറ്റ് വൈൻസ് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇലയ്ക്ക് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ഇതിന് വെയിലടിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുക്കാതിരിക്കുക. ഈ ഒരു പ്ലാന്റിന് വെയിൽ ഒട്ടും തന്നെ ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു കുട്ടി ഗണപതി ആലില കണ്ണനൊക്കെയാണ് ഓർമ്മ വരിക. അതിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഒരു ഷേപ്പാണ് ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഇതിൻ്റെ സോയിൽ ഡ്രൈ ആയി തോന്നുന്ന ടൈമിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നശിച്ചു പോവുള്ളൂ. അതുപോലെ തന്നെ മണ്ണും കൊക്കോപീറ്റും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത ആ ഒരു പോട്ടിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റിനെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണി. ഇത് വന്നിട്ട് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് പ്ലാൻ ഹണ്ടിങ്ങിൽ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ.
അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കമൻസൊക്കെ നമ്മളെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.